നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പഴയതിലും വലിയ ഓഫീസറൊക്കെ ആയി അല്ലേ മോള്? തൊപ്പിയൊക്കെ മാറിയല്ലോ. ADGP പ്രൊമോഷൻ കിട്ടി ശാരദാമ്മേ. പദവിക്കനുസരിച്ച് ഉത്തരവാദിത്തങ്ങളും കൂടി. അതാ ഇടയ്ക്കൊന്നും കാണാനൊക്കാത്തത്. അമ്മ അറിഞ്ഞില്ലേ? സത്യമ്മ പറയാ ഹോട്ടലിന്റെ ആനിവേഴ്സറി സെലിബ്രേഷന് കളക്ടർ വരുന്നുണ്ടെന്ന്. അതാ ഞാൻ ചോദിച്ച ആരാ കളക്ടർ എന്ന്. ആരമ്മയത്? നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മയാ മോളെ ഡിസ്ട്രിക്ട് കളക്ടർ. പക്ഷെ അത് ഞാൻ എങ്ങനെ തുറന്നു പറയും? അമ്മേ, ഈ സത്യയുടെ അമ്മയില്ലേ? സത്യയുടെ അമ്മയില്ലേ അമ്മേ? ആ, സത്യയുടെ അമ്മ വലിയ ഓഫീസറാണെന്നാ അവള് പറയുന്നത്. അതിനേക്കാളും വലിയ ആളാണോ അമ്മ ഈ കളക്ടർ? ആ, കളക്ടർ എന്ന് പറഞ്ഞ വലിയ ആളാ, വലിയ മനസ്സുള്ള ആള്. ആ വലിയ മനസ്സുകൊണ്ടാ മോളെ എനിക്കിന്ന് നിന്റെ അമ്മയായി ഈ വീടിന്റെ മരുമകളായി നിൽക്കാൻ പറ്റുന്നത്. എന്റെ അമ്മ കളക്ടർ ആയ മതിയായിരുന്നു. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞു? എങ്കിൽ പിന്നെ എനിക്ക് സത്യം പറയുന്ന പോലെ വലിയ ഗമയടിക്കാലോ എന്റെ അമ്മ കളക്ടർ ആണെന്ന്. കുട്ടികൾക്കൊക്കെ ഇത്തിരി കുശുമ്പാവട്ടെ എന്നേ. അപ്പോ അമ്മ മോളുടെ ആരും അല്ലെന്ന് വരില്ലേ? അപ്പോ മോൾക്ക് എന്നെക്കാളും വലുത് കളക്ടർ ആയിട്ടുള്ള ഒരു അമ്മയാണോ? അല്ലല്ലോ, ഈ അമ്മയാ എന്റെ അമ്മ. ഓക്കെ, ഈ അമ്മ മാത്രം. ഈ അമ്മ ആയാ മതി കളക്ടർ. അപ്പൊ കുഴപ്പമില്ലല്ലോ. അമ്മയ്ക്ക് കളക്ടർ മന്ത്രിയൊന്നും ആവണ്ട. എന്റെ പൊന്നുമോളുടെ അമ്മ മാത്രമായാ മതി. അയ്യേ, കരയാ? എങ്കിൽ വേണ്ടമ്മേ, എനിക്ക് അമ്മേ മതി. അമ്മ മോളുടെ അമ്മേ, മോള് അമ്മയുടെ മോളും. അത് മാത്രം മതി. ഓക്കെ അല്ലേ? ഓക്കെ. ഈശ്വര, എന്റെ മോളെ ഒരിക്കലും എന്റെ നെഞ്ചിന്ന് പറിച്ചകറ്റല്ലേ. മറ്റെന്തും ഞാൻ സഹിച്ചോളാം. ആ, ശശികല, ഞാൻ പറയാം. നാളെയോ? ആയിക്കോട്ടെ, അവളിവിടെ തന്നെ ഉണ്ടാവും. ശരി. നാളെ തന്നെ അവര് വരുമെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ശാലിനിയുമായിട്ടൊന്ന് സംസാരിക്കണ്ടേ ശാരദ? ഗോപാലേട്ടാ, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും. ഇതൊരു റെക്കമെൻഡേഷനൊന്നും അല്ലല്ലോ ശാരദ. നീ ഒരു കാര്യം ശാലിനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, അത്രമാത്രം. അതില് യുക്തമായ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ടല്ലോ. സിവിൽ സർവീസ് ഒക്കെ പഠിച്ചവളല്ലേ അവള്. ഗോപാലേട്ട, ചൂണ്ടിക്കാട്ടുക എന്ന് പറഞ്ഞ വെറുതെ വഴിയെ പോകുന്നവരല്ലല്ലോ ചൂണ്ടിക്കാട്ടുന്നത്. അമ്മയും അച്ഛനും ഒക്കെ കാര്യം പറയാന്ന് വെച്ചാ അതൊരു റെക്കമെൻഡേഷൻ തന്നെയല്ലേ? അങ്ങനെ വിചാരിച്ച എന്തെങ്കിലും കാര്യം നടക്കുമോ ശാരദേ? നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ പരിചയക്കാരെ ആരെങ്കിലും കൊണ്ട് വിളിച്ചു പറയിക്കുന്നത് അനർഹമായിട്ട് എന്തെങ്കിലും സാധിക്കാനാണോ? കുഴപ്പക്കാരനല്ല എന്നൊരു തോന്നൽ. നമ്മൾ പറയുന്നത് അർഹമായി പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷ, അത്രയൊക്കെയല്ലേ ഉള്ളൂ. അതേ അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവൂ. അപ്പൊ പിന്നെ അവളോട് പറയാല്ലേ? ധൈര്യമായിട്ട് പറയ് ശാരദേ. ഒന്നുമല്ലെങ്കിലും ഒരു സമയത്ത് നിനക്കൊരു സപ്പോർട്ടായിരുന്നില്ല അവര്. സഹായം ചെയ്യണമെന്നൊന്നുമില്ല, ഒന്ന് ചൂണ്ടിക്കാട്ടാലോ നിനക്ക്. ശരി. അപ്പോ
ശാലിനി മാഡത്തിന്റെ തീരുമാനത്തില് ഒരു മാറ്റവും ഇല്ല. Sorry to say it. It's definitely a no. ആ ശാരദാമ്മേ, ആ. ഒരു നിമിഷം വരൂ. അല്ല, നിങ്ങൾ എന്തെങ്കിലും ഓഫീസ് കാര്യം പറയുവാണെങ്കിൽ. ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ശാരദാമ്മേ. ഇനി അല്പം പേഴ്സണൽ കാര്യങ്ങളാവാം. സുഖല്ലേ ശാരദാമ്മേ? കുഴപ്പമില്ലാതെ പോകുന്നു മോളെ. എത്ര കാലമായി മോളെ ഇങ്ങനെ ഒന്ന് അടുത്ത് കണ്ടിട്ട്. പഴയതിലും വലിയ ഓഫീസറൊക്കെ ആയി അല്ലേ മോള്? തൊപ്പിയൊക്കെ മാറിയല്ലോ. ADGP പ്രൊമോഷൻ കിട്ടി ശാരദാമ്മേ. പദവിക്കനുസരിച്ച് ഉത്തരവാദിത്തങ്ങളും കൂടി. അതാ ഇടയ്ക്കൊന്നും കാണാനൊക്കാത്തത്. അമ്മയ്ക്ക് ആളെ ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ. ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ മോസ്റ്റ് ട്രസ്റ്റഡ് ലെഫ്റ്റനന്റാ ADGP ശ്രീരഞ്ജനി. അമ്മയ്ക്ക് മനസ്സിലായില്ലല്ലേ? ഇനിയും കുരുക്കഴിയാത്തൊരു സെൻസിറ്റീവ് മർഡർ, തേച്ചു മായച്ചു കളഞ്ഞ അഴിമതി, അതും അല്ലെങ്കിൽ പ്രബലമായ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം. ഇതിനൊക്കെ പരിഹാരം കാണാൻ നമ്മുടെ സർക്കാർ ഇപ്പൊ ഉപയോഗിക്കുന്ന സമർത്ഥയായ IPS ഉദ്യോഗസ്ഥ. അതായിപ്പോ രഞ്ജനി ചേച്ചി. ഇവള് പറയുന്നത്ര ബിൽഡപ്പ് ഒന്നും ഇല്ല ശാരദാമ്മേ. പിന്നെ ഏത് വിധേനയും കാര്യം സാധിച്ചെടുക്കാനായിട്ട് ഒരു മിടുക്ക് ദൈവം തന്നിട്ടുണ്ട്. ബൈ ഹുക്ക് ഓർ ക്രൂക്ക്. അതിന്റെ ഭാഗമായിട്ടാ ശാരദാമ്മയോട് ഇരിക്കാൻ പറഞ്ഞത്. ശാരദാമ്മേ, നിങ്ങളുടെ ഈ പൊന്നുമോള് ഒരു സിവിൽ സർവന്റാ. എന്നുവെച്ചാ രാജ്യത്തിന് തന്നെ വേണ്ടപ്പെട്ട, രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ആള്. ഇതുപോലുള്ളവരുടെ ജീവൻ സ്റ്റേറ്റിന്, അതുപോലെ നമ്മുടെ രാജ്യത്തിന് വളരെ പ്രധാനമാ. രഞ്ജനി ചേച്ചി. ശാലിനി, ഇത് ഞാനും ശാരദാമ്മയും തമ്മിലുള്ള ഇടപാടാ. സത്യത്തിൽ മോള് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, എന്നാ ശാരദാമ്മയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. അമ്മയുടെ പൊന്നുമോള് ഒറീസയിലും പഞ്ചാബിലും ഒക്കെ ജോലി ചെയ്യുമ്പോ കുറെ തീവ്രവാദ ഗ്രൂപ്പുകളെ വെറുപ്പിച്ചിട്ടുണ്ട്. കൊല്ലാൻ മാത്രമല്ല, ചാവേറാകാനും മടിയില്ലാത്തവരാ അതില് ഭൂരിഭാഗവും. അതിൽ നിന്ന് ചിലർ കേരള ബോർഡർ കടന്ന് എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട്. അയ്യോ, എന്നിട്ട്? പേടിക്കണ്ട ശാരദാമ്മേ, ഒരു ജാഗ്രത ഉണ്ടായിരുന്നാ മതി. ഒറീസയും പഞ്ചാബും ഒന്നും അല്ല കേരളം. ഒറീസയിലായിരുന്നപ്പോ ശാലിനിയെ തൊടാൻ പറ്റിയിട്ടില്ല അവർക്ക്. പിന്നല്ലാതെ ആ ജൂനിയർ ചാൻസലറാണി കൊള്ളാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.